കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനൊരു കുട്ടി യാത്രയിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്താണ്, എവിടെ പോവാണെന്നൊക്കെ ഞാൻ വഴിയെ പറയാം. ഇപ്പൊ ഈ ബസ്സിൽ നിന്ന് ഇറങ്ങി അടുത്ത ബസ്സിലേക്ക് കയറാനുള്ള ഒരു വെയിറ്റിംഗ് ടൈമാണ്. ഇത് ബെസ്റ്റ് ബസ് സ്റ്റോപ്പാണ്. തിങ്ങി നിറഞ്ഞ ഇലക്ട്രിക് ട്രെയിൻ പോലെ തന്നെ ഈ ബെസ്റ്റ് ബസ്സും മുംബൈയുടെ ഒരു ട്രേഡ് മാർക്കാണ്. എന്താണ് ബെസ്റ്റിന്റെ ഫുൾ ഫോം? ബൃഹൻ മുംബൈ ഇലക്ട്രിക് സപ്ലൈ ആൻഡ് ട്രാൻസ്പോർട്ട്. ബൃഹൻ മുംബൈ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ മുംബൈ എന്നാണ് അർത്ഥം. അവിടെ ഒരു മഞ്ഞ കളർ ബസ് കണ്ടു. ഇത് ബെസ്റ്റ് ബസ്സിന്റെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ബസ്സാണ്. കളർ വ്യത്യാസത്തിന് വേണ്ടിയാണ് മഞ്ഞ. സാധാരണ ബെസ്റ്റ് ബസ് ചുവന്ന കളറാണല്ലോ, ഇത് മഞ്ഞയാണ്. ഈ ബസ്സിന്റെ പേര് തേജസ്വിനി എന്നാണ്. നല്ല പേരല്ലേ? അത് നോക്കി നിന്നപ്പോഴേക്കും എൻ്റെ ബസ് വന്നു. 124 നമ്പർ ബസ്സിൽ കയറി ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയണ്ടേ? എന്തായാലും എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടാകുന്ന എനിക്കറിയാം. കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ ഞാൻ പോകുന്ന സ്ഥലത്ത് നമുക്ക് എത്താം. അതിനു മുമ്പ് ഒന്ന് പറഞ്ഞോട്ടെ, കൂട്ടുകാര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തിയേക്കണം. കാരണം പുതിയൊരു വീഡിയോ ഇടുമ്പോഴേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയാണത്. ഇത് നമ്മളിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ബോംബെ പോയിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിതൊരു പുതിയ കാഴ്ചയായിരിക്കാം. ഇനി പോയവരുണ്ടെങ്കിൽ അവർക്കിതെല്ലാം ഓർമ്മിക്കാനുള്ളൊരു ചാൻസ് ആണ്, ഒരു റിവിഷൻ പോലെ, ഇല്ലേ? ഇതെല്ലാം ബോംബെയിലെ നമുക്ക് അറിയാം. ബോംബെയിലെ ഒരു സിഗ്നേച്ചർ സ്റ്റൈലാണ് ഈ തരം കെട്ടിടങ്ങൾ. ഫോർട്ട് രീതിയിലുള്ള കെട്ടിടങ്ങളാണ് അവിടെ എല്ലാം ഉള്ളത്. കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് കുറച്ച് നമ്മുടെ ജനറൽ നോളജ് ഒന്ന് കൂട്ടിയാലോ? നേരത്തെ ഈ സിറ്റിയുടെ പേര് ബോംബെ എന്നായിരുന്നല്ലോ. എങ്ങനെയാണ് ഈ പേര് വന്നതെന്ന് ആർക്കെങ്കിലും അറിയാമോ? എന്നാ ഇത് പോർച്ചുഗീസുകാര് ഭരിക്കുന്ന സമയത്ത് ഈ സിറ്റിയുടെ പേര് ബോംബഹിയ എന്നായിരുന്നു. അത് പറഞ്ഞു ലോപിച്ച് ബോംബെ എന്നായതാണ്. ഇനി നമ്മൾ കാണുന്ന കാഴ്ച വളരെ മനോഹരമായതല്ലേ? നോക്കിക്കേ, എത്ര പുസ്തകങ്ങളാണ് ഈ അടുക്കിപ്പെറുക്കി വെച്ചേക്കുന്നത് ഇവിടെ. ഇത് ശരിക്കും ഒരു ബുക്ക് സ്ട്രീറ്റ് തന്നെയാണ്. വായനക്കാർക്ക്, വായനയിൽ താല്പര്യമുള്ള ആൾക്കാർക്കും വളരെയധികം താല്പര്യത്തോടെ വന്ന് പുസ്തകം വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത്. സെക്കൻഡ് സെയിൽ ആണെന്ന് എനിക്ക് തോന്നുന്നു, കാരണം ബസ്സിൽ നിന്ന് കണ്ട കാഴ്ചയായി മാത്രമേ എനിക്കിത് അറിയാവുള്ളൂ. നമ്മൾ പറഞ്ഞു വന്നത് ബോംബെ സിറ്റിയുടെ പേരെങ്ങനെ മുംബൈ എന്നായി മാറി എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ ബോംബെ എന്ന് വെച്ചാൽ ബോംബഹിയ എന്നതായിരുന്നു. എന്നാൽ മുംബൈ എന്നത് ഇവിടുത്തെ പ്രാദേശിക ദേവതയായ മുംബാദേവിയുടെ പേരിൽ നിന്ന് വന്ന ഒരു പേരാണ്. 1995 ഈ പേര് ഔദ്യോഗികമായി ഉപയോഗത്തിൽ വന്നത്. ഈ കാണുന്ന കറുപ്പും മഞ്ഞയും ടാക്സി നിങ്ങൾ കണ്ടോ? അതാണ് മുംബൈയുടെ സ്വന്തം കാലിപ്പീലി. പുതിയ തരം പല ടാക്സികളും റോഡിൽ ഇറങ്ങിയെങ്കിലും ഇപ്പോഴും കാലിപ്പീലി മുംബൈയുടെ ഒരു അടയാളമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. മുമ്പ് പ്രീമിയർ പദ്മിനി ടാക്സികളായിരുന്നു കൂടുതലായിട്ട് ഓടിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ പല ബ്രാൻഡുകളും ഈ കാലിപ്പീലി പെയിന്റ് അടിച്ച് ഓടുന്നുണ്ട്. ഇനി ഈ യാത്രയുടെ വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് മുംബൈയിൽ വരുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പലവട്ടം ഞാൻ വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാ പ്രാവശ്യവും ഞാൻ വന്നിട്ടുള്ളത് ഫാമിലിയുടെ കൂടെ, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ, അല്ലെങ്കിൽ അനിയത്തിയുടെ കൂടെ, അങ്ങനെ ആരെങ്കിലുമൊക്കെ എപ്പോഴും കൂടെ ഉണ്ടാവും. പക്ഷെ ഇത്തവണ ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഈ മുംബൈ കറങ്ങാനായിട്ട് ഇറങ്ങിയത്, അതും ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ. പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. കാരണം ബസ്സിലെ കണ്ടക്ടർ ആണേലും, നമ്മൾ ആദ്യം പോയി ബസ് ഇറങ്ങി നിന്ന് അവിടെ നിന്നാണേലും ചോദിച്ചപ്പോൾ എല്ലാവരും കൃത്യം കാര്യങ്ങൾ പറഞ്ഞ് എന്നെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. എന്തോ നല്ല തിരക്കുള്ള സിറ്റിയാണ്, പിന്നെ പല മോശപ്പെട്ട കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണെന്നൊക്കെ പണ്ടേ ഇങ്ങനെ കേട്ട് അത് മനസ്സിൽ പതിഞ്ഞു പോയത് കൊണ്ടാണോ എന്നറിയില്ല ഇത്രയും പേടി തോന്നാൻ കാര്യം. പക്ഷെ എന്തായാലും എനിക്ക് അങ്ങ് ഇറങ്ങി തിരിച്ച് ആദ്യം ചെറിയൊരു അങ്കലാപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും യാത്ര ചെയ്തുകൊണ്ടിരിക്കെ എനിക്കത് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത് തന്നെയാണ് യാത്ര ചെയ്യുന്നത്. പിന്നെ പല കൂട്ടുകാരും എന്നോട് ചോദിക്കാറുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഒറ്റക്ക് യാത്ര ചെയ്യാൻ പേടിയില്ലേ, ഒറ്റക്ക് യാത്ര ചെയ്യുമ്പോൾ ബോറടിക്കാറില്ലേ എന്നൊക്കെ ഇങ്ങനെ പലരും വന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒറ്റക്ക് യാത്ര ചെയ്യുന്നതിന്റെ ഒരു കംഫർട്ട് ലെവൽ വേറെയാണ്. കാരണം നമ്മളൊരു യാത്ര പ്ലാൻ ചെയ്ത് അതിന് കൂടെ കൂട്ടാനായിട്ട് പലരെയും വിളിച്ച്, പലർക്കും പല തിരക്കുകളാണ്, എല്ലാവരുടെയും ടൈം ഒന്നും സെറ്റ് ആവുന്നില്ല. അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ മിക്കവാറും യാത്രകളെല്ലാം ക്യാൻസൽ ആയി പോവാറാണ് പതിവ്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ വന്നപ്പോൾ എനിക്ക് ആരെയും നോക്കേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ ഒരു ടൈം സെറ്റ് ആകുമ്പോൾ ഞാൻ അങ്ങനെ അങ്ങ് പോകും. പക്ഷെ അതിനിടയ്ക്ക് ഇത് ഈ കാഴ്ചകൾ നോക്കിക്കേ, ഇതൊരു പാത്രങ്ങളുടെ സ്ട്രീറ്റ് ആണ്. റോഡ് മുഴുവനും രണ്ട് സൈഡിലും പാത്രങ്ങളുടെ കടകൾ മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ എത്ര തരം പാത്രങ്ങളാണ്. പിന്നെ ഇവിടെ ഈ മുംബൈയില് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ക്രോക്കറി
ആ ഒരു വലിയ ടിഫിൻ കണ്ടോ? ഭയങ്കര അടിപൊളിയല്ലേ? എത്ര ഉയരമാന്ന് നോക്കിക്കേ അത്. നമ്മുടെ നാട്ടിൽ കേരളത്തിലൊക്കെ ഇപ്പൊ സ്റ്റീൽ പാത്രങ്ങളൊന്നും അധികം ആരും ഉപയോഗിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഈ മുംബൈയിലൊക്കെ ഒരുവിധം എല്ലാവരും സ്റ്റീൽ പാത്രം തന്നെയാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ പോക്കറ്റ് ഫ്രണ്ട്ലി എന്ന് മാത്രമല്ല, ആരോഗ്യത്തിനും വളരെ നല്ലത് ഇതുപോലുള്ള പാത്രങ്ങളാണ്. അപ്പൊ നമുക്കിനി വീണ്ടും സോളോ യാത്രയിലേക്ക് തന്നെ കടക്കാം. ഈ പറഞ്ഞ പോലെ പല യാത്രകളും ക്യാൻസൽ ആയി പോയി. അങ്ങനെ ഒരു പോകാൻ ബുദ്ധിമുട്ടൊക്കെ ആവുന്ന ഒരു സമയത്താണ് ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ ഇപ്പൊ ഞാൻ നല്ല ഒരു കംഫർട്ട് ലെവലിൽ തന്നെയാണ് ഉള്ളത്. എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഫീൽ ചെയ്യാറില്ല. പിന്നെ നമുക്കൊരു സഹായം ആവശ്യമുണ്ടെന്ന് തോന്നുമ്പോൾ തന്നെ നമ്മൾ ആരെങ്കിലും ഒന്ന് അപ്രോച്ച് ചെയ്യണം. പ്രത്യേകിച്ച് അവിടെ പോലീസുകാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് അപ്രോച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ വൈബ് തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ നമുക്ക് സിംഗിൾ യാത്രകൾ വളരെ സേഫ് ആണ്. ഈ ചേട്ടനെ കണ്ടോ? ഞാൻ നല്ല ഭംഗിയായി ബസ്സിലിരുന്ന് കാഴ്ചകളും കണ്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കും. ആ പുള്ളി എന്നെ വന്ന് എണീപ്പിച്ചു. പുള്ളി പറയണത് സീനിയർ സിറ്റിസന്റെ സീറ്റാണ്, എണീക്കാൻ പറഞ്ഞു. എന്ത് പറയാനാ, എണീറ്റ് കൊടുത്തു. ഇനി ഈ കമ്പിയെ തൂങ്ങി തന്നെ യാത്ര ചെയ്യാം. എന്തായാലും കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ ഞാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എണീറ്റ് നിന്ന് ഒരു തരത്തിലാണ് വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ബസ് ഇറങ്ങി ഇനി മുന്നോട്ടുള്ളൊരു നടത്തമാണ്. എങ്ങോട്ടാണ് നടക്കുന്നത്, എന്താണ് ഏതാണ് എന്നൊക്കെ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. അതുവരെ നമുക്ക് ചുറ്റിനുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് യാത്ര പുറപ്പെട്ടു. ഇനി തിരിച്ച് വീട്ടിലെത്തുവോ, സേഫായിട്ട് എത്തുവോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാൻ ആകാംക്ഷ ഉണ്ടായിരിക്കുമല്ലോ. അതിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പങ്കുവെക്കാം. ഇപ്പൊ തന്നെ വീഡിയോയ്ക്ക് നീളം ഒത്തിരി കൂടി എന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ എന്നെ ചീത്ത വിളിക്കും. കുറച്ച് സമയം മാത്രമല്ലേ നിങ്ങൾ എനിക്ക് തരുന്നുള്ളൂ. അപ്പൊ ആ ഒരു സമയത്തുള്ള വീഡിയോ നിങ്ങൾ കാണുക. ഞാൻ മുന്നോട്ടേക്ക് നടന്ന് യാത്ര ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. റോഡിൽ മുഴുവൻ കാലിപ്പീലി നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ പങ്കുവെക്കും. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗുഡ് ബൈ.